സാമൂഹിക വേർതിരിവുകളെയും അതിക്രമങ്ങളെയും നേരിടാൻ ഒരു സ്ത്രീക്ക് തന്റെ ഐഡന്റിറ്റി പോലും ഉപേക്ഷിക്കേണ്ടി വരുമോ? തമിഴ്നാട്ടിലെ തൂത്തുക്കുടി സ്വദേശിനിയായ പേച്ചിയമ്മാളിന്റെ ജീവിതം ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. സ്വന്തം മകളെ സുരക്ഷിതമായി വളർത്താൻ വേണ്ടി 37 വർഷത്തിലധികം പുരുഷനായി വേഷം മാറി ജീവിച്ച പേച്ചിയമ്മാളിന്റെ കഥ ഇന്ന് ലോകമെമ്പാടും ചർച്ചയാവുകയാണ്. തൂത്തുക്കുടിയിലെ കാട്ടുനായ്ക്കൻപെട്ടി എന്ന ഗ്രാമത്തിലായിരുന്നു പേച്ചിയമ്മാൾ ജനിച്ചത്. 20-ാം വയസ്സിൽ വിവാഹിതയായെങ്കിലും വെറും 15 ദിവസത്തിനു ശേഷം ഭർത്താവ് ഹൃദയാഘാതം മൂലം മരിച്ചു. ആ സമയത്ത് അവർ ഗർഭിണിയായിരുന്നു. പിന്നീട് മകൾ ഷൺമുഖസുന്ദരി ജനിച്ചു. ഒറ്റയ്ക്കൊരു കുഞ്ഞിനെ വളർത്തുക എന്നത് ആ ഗ്രാമത്തിലെ പുരുഷാധിപത്യ സമൂഹത്തിൽ അങ്ങേയറ്റം വെല്ലുവിളിയായിരുന്നു. നിർമ്മാണ മേഖലയിലും ചായക്കടകളിലും ഹോട്ടലുകളിലുമെല്ലാം അവർ ജോലിക്ക് പോയി. എന്നാൽ മിക്കയിടങ്ങളിലും പുരുഷന്മാരിൽ നിന്ന് ലൈംഗികമായ പരിഹാസങ്ങളും അതിക്രമങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നു. ജോലിസ്ഥലത്തെ ശല്യങ്ങൾ സഹിക്കവയ്യാതെ പേച്ചിയമ്മാൾ ഒരു വലിയ തീരുമാനമെടുത്തു. തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രത്തിൽ വെച്ച് അവർ തന്റെ മുടി മുറിച്ചു. സാരിക്ക് പകരം ഷർട്ടും ലുങ്കിയുമായി പുരുഷവേഷം ധരിച്ചു. പേര് മുത്തു എന്നാക്കി മാറ്റി. പിന്നീട് 37 വർഷത്തോളം അവർ മുത്തു എന്ന പേരിൽ പുരുഷനായി ജീവിച്ചു. ചെന്നൈയിലും തൂത്തുക്കുടിയിലുമായി പെയിന്ററായും ടീ മാസ്റ്ററായും പൊറോട്ട മാസ്റ്ററായും അവർ ജോലി ചെയ്തു. നാട്ടുകാർക്കിടയിൽ അവർ മുത്തു മാസ്റ്റർ എന്നും അണ്ണാച്ചി എന്നും അറിയപ്പെട്ടു. അടുത്ത ബന്ധുക്കൾക്കും മകൾക്കും മാത്രമാണ് മുത്തു ഒരു സ്ത്രീയാണെന്ന സത്യം അറിയാമായിരുന്നു. ബസ്സിൽ പുരുഷന്മാർക്കൊപ്പമിരുന്നും പുരുഷന്മാരുടെ ശുചിമുറികൾ ഉപയോഗിച്ചും അവർ തന്റെ രഹസ്യം കാത്തുസൂക്ഷിച്ചു. ഇന്ന് മകൾ വിവാഹിതയായി സുരക്ഷിതമായ ജീവിതം നയിക്കുകയാണ്. എന്നാൽ പേച്ചിയമ്മാളിന്റെ പോരാട്ടം അവസാനിച്ചിട്ടില്ല. എല്ലാ ഔദ്യോഗിക രേഖകളിലും അവർ മുത്തു എന്ന പുരുഷനാണ്. വിധവാ പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കാൻ പുരുഷനെന്ന ഐഡന്റിറ്റി അവർക്ക് തടസ്സമാകുകയാണ്. എന്നിരുന്നാലും മകൾക്ക് സുരക്ഷ നൽകിയ തന്റെ പുരുഷവേഷം ഉപേക്ഷിക്കാൻ അവർ ഇന്നും തയ്യാറല്ല. മരണം വരെ മുത്തുവായി തന്നെ ജീവിക്കാനാണ് തന്റെ ആഗ്രഹമെന്ന് പേച്ചിയമ്മാൾ പറയുന്നു.